ഇന്ത്യയിലെ ക്രൈസ്തവ സംഘടനകൾ രാജ്യത്തിന് നന്മ ചെയ്യുന്നവയാണെന്നും അവയുടെ FCRA ക്യാൻസൽ ചെയ്യുവാനുള്ള ഗവൺമെൻറ് നടപടികൾ ഗുണകരമാവുകയില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ പാർലമെൻ്ററി പാർട്ടി നേതാവ് ഡെറക് ഒബ്രിയൻ ചെന്നൈയിൽ പറഞ്ഞു. ചെന്നൈയിൽ നടന്ന ഒരു ക്രിസ്തീയ യുവജന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ക്രിസ്തീയ യുവാക്കൾ RSSൻ്റെ നിഷേധാത്മകമായ ആശയവിനിമയത്തിലേക്ക് ആകർഷിക്കപ്പെടരുതെന്നും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങൾ ഉയർത്തി കാണിക്കണമെന്നും ഒബ്രിയൻ ഊന്നി പറഞ്ഞു. മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയൻ മെയ് 17 ചെന്നൈയിൽ സംസാരിക്കവെയാണ് രാജ്യത്തെ ക്രൈസ്തവ സഭകളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ സംഭാവനകളെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചത്. പ്രത്യേകിച്ച് COVID-19 പാൻഡമിക് സമയത്ത് രാഷ്ട്രനിർമ്മാണത്തിൽ, ആരോഗ്യകാര്യങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകളെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചുവെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ക്രിസ്തീയ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ക്രിസ്തീയ ചാരിറ്റി സംഘടനകളുടെ വിദേശ സംഭാവന സ്വീകരിക്കുവാനുള്ള FCRA ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ പാർലമെൻ്ററി പാർട്ടി നേതാവ് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. ചെന്നൈയിൽ നടന്ന ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മാറ്റത്തിനായുള്ള പരിശ്രമത്തിൽ വിദ്യാർത്ഥികൾ, ആരോഗ്യ സംരക്ഷണത്തിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു ഒബ്രിയൻ. നമ്മുടെ മഹത്തായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ഈ സൂക്ഷ്മ ന്യൂനപക്ഷം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വസ്തുതകളും കണക്കുകളും നിരത്തിക്കൊണ്ട് അദ്ദേഹം അതെല്ലാം ചൂണ്ടിക്കാണിച്ചു. COVID-19 ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് വലിയ റോൾ വഹിക്കുവാൻ സാധിച്ചു. അതായത് 1000-ലധികം ആശുപത്രികളും 60,000-ലധികം കിടത്തി ചികിത്സയ്ക്കുള്ള കിടക്കകളും ക്രിസ്തീയ ആശുപത്രികൾ രാജ്യത്തിന് സംഭാവന ചെയ്ത സമയമായിരുന്നു അത്. ക്രിസ്ത്യൻ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ നടത്തുന്ന 80%-ലധികവും വിദൂരമായ സ്ഥലങ്ങളിലും വൈദ്യശാസ്ത്രപരമായ സേവനങ്ങൾ ലഭിക്കാത്ത ഇടങ്ങളിലുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 2.5 കോടി ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നുണ്ട്. ഗവൺമെൻറ്റിന് പോലും എത്തിച്ചേരുവാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും ക്രൈസ്തവ മിഷണറി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര ആരോഗ്യ സംരക്ഷണ ശൃംഖലയാണ് കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 3500-ലധികം സ്ഥാപനങ്ങളും 76,000 ആരോഗ്യ വിദഗ്ധരും ഈ സ്ഥാപനങ്ങൾക്കുണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ 270 അംഗസ്ഥാപനങ്ങളും 10,000 ആരോഗ്യ വിദഗ്ധരും 46 നഴ്സിംഗ് സ്കൂളുകളും ഉണ്ടെന്നും അദ്ദേഹം ഓർപ്പിച്ചു. ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ, അവർക്ക് 20 ആശുപത്രികൾ അവർ നടത്തുന്നുണ്ട്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC 7 ക്യാമ്പസുകളുള്ള 3000 കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. അദ്ദേഹം രാജ്യത്തിന് ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ നൽകുന്ന സംഭാവനകളെ അക്കമിട്ട് എണ്ണി പറഞ്ഞു. ചില ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ FCRA ലൈസൻസുകൾ റദ്ദാക്കിയതിനെക്കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, നാം എല്ലാവരും അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഇങ്ങനെ FCRA ഫണ്ട് സ്വീകരിക്കുന്നതിനെതിരെ അത് തടഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഒരു പാർട്ടി ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ പോരാടി. പിന്നീട് ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തന്നെ അത് പുനഃസ്ഥാപിക്കുകയായിരുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങൾ വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത്. രാജ്യത്തിന് നന്മയാണ് അവർ ചെയ്യുന്നത്. എന്തിനാണ് അവരെ ലക്ഷ്യമിടുന്നത്? അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൽ ചോദിക്കുന്നു. COVID-19 പാൻഡമിക് കാലത്തുണ്ടായ മരണങ്ങളുടെ കണക്കുകൾ മറച്ചുവെച്ചതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. മരണജനന രജിസ്ട്രേഷൻ ഡാറ്റ പരാമർശിച്ചുകൊണ്ട് രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷനും കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ വിശകലനത്തിൽ 2021 ആദ്യം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ 20 ലക്ഷത്തിലധികം കോവിഡ് മരണങ്ങൾ രാജ്യത്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. BJP ഭരിക്കുന്ന ഗുജറാത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതെന്നും അദ്ദേഹം ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അടിസ്ഥാനമാക്കിയുള്ള 2021 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത മരണങ്ങളുടെ എണ്ണം 2020 81.2 ലക്ഷമായിരുന്നു. അത് 2021
102.2% 2 ലക്ഷമായി വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ 2020 നിന്ന് 2021 എത്തുമ്പോൾ 20 ലക്ഷത്തിലധികം ആളുകൾ കൂടുതൽ മരിച്ചതായി കാണുന്നു. അതായത് 2020 മരണങ്ങളുടെ സംഖ്യ വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റലി, USA, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ മരണനിരക്കാണ് കണക്കുകളിൽ കാണുന്നത് എന്നും അദ്ദേഹം ഓർപ്പിച്ചു. ഡെറക് ഒബ്രയാൻ്റെ വാക്കുകൾക്ക് രാജ്യത്ത് വലിയ പ്രസക്തിയുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ശബ്ദങ്ങളിലൊന്നുമാണ് ശ്രീ ഡെറക് ഒബ്രയാൻ. സഭയിലോ കൂട്ടായ്മയിലോ ചെറിയൊരു പ്രസംഗമെങ്കിലും നടത്തേണ്ടുന്ന വ്യക്തിയാണോ താങ്കൾ? അതുപോലെ തന്നെ വേദപുസ്തകം കാര്യമായി പഠിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ 2 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, പാസ്റ്റർ OG ശാമുവേൽ എഴുതിയിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഗ്രന്ഥം. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിലും നിരവധി പ്രസംഗങ്ങളുണ്ട്. ഇതോടൊപ്പം യൂദായുടെ ലേഖനത്തെക്കുറിച്ച് സമഗ്രമായൊരു പഠനം. ഈ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് സാൻഡി സാമുവേലാണ്. ഈ 2 പുസ്തകങ്ങൾക്കും കൂടെ 1250 രൂപയാണ് വില. എന്നാൽ ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് രജിസ്ട്രേഡ് പോസ്റ്റിൽ ഈ പുസ്തകങ്ങൾ ലഭിക്കും. പോസ്റ്റേജ് സൗജന്യമാണ്.